എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരിയായ രീതിയിൽ രാമായണ പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ രാമായണത്തിലെ ഒരു കഥാപാത്രങ്ങളും നല്ല കഥാപാത്രങ്ങളെന്നോ അല്ലെങ്കിൽ ചീത്ത കഥാപാത്രങ്ങളെന്നോ നമുക്കൊരു വേർതിരിവുണ്ടാവില്ല. കാരണം അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് പിന്നിലും എന്താണ് കാരണമെന്ന് ശരിയായ രീതിയിൽ രാമായണം വായിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, അല്ലേ ടീച്ചർ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പം നമുക്ക് വിച്ഛിന്നാഭിഷേകം ഉദാഹരണത്തിന് പറയാം. അപ്പോൾ നമ്മൾ അതിനകത്ത് എത്ര പേരെയാണ് നിന്ദിക്കുന്നത്. അതിൽ ആദ്യം തുടങ്ങുന്ന സമയത്ത് നാരദൻ അവിടെ വരുന്നുണ്ട്. നാരദൻ വരുന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഐശ്വര്യം പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം ശ്രീരാമനോട്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഭാവം എന്നർത്ഥം. അവൾ ഐശ്വര്യം ഉള്ളവളാന്ന് പറഞ്ഞാൽ അവളിൽ ഈശ്വരനുണ്ട്. അതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറയും, ഞാനിപ്പോ എന്തിനാ വന്നതെന്നറിയാമോ? അങ്ങ് കല്യാണമൊക്കെ കഴിച്ച് സീതയുമൊത്ത് മധുവിധു ആസ്വദിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാല് ഉത്തരവാദിത്തങ്ങൾ കിടപ്പുണ്ടല്ലേ? വന്ന കാര്യം എന്തിനാണോ അവതരിച്ചിരിക്കുന്നത് അതിന് അമാന്തം വരും. എത്രയും പെട്ടെന്ന് രാവണന് മോചനം കൊടുക്കണം. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നാ പോരാ. ഇത് ഉടനെ തന്നെ ഇവിടെ ഒരു വലിയ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതിനുള്ള ആലോചനകള് ഞങ്ങൾ അറിഞ്ഞു. അങ്ങേ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യും. അങ്ങ് അതിനെ എതിർക്കത്തില്ല. അങ്ങനെ വന്നാല് അച്ഛനെ എതിർക്കത്തില്ല. ഇവിടെ രാജാവായിട്ടിരിക്കും. വന്ന കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് അതിന് വേണ്ടത് ചെയ്യണം. അപ്പം ദഹം പറയാണ്, എനിക്കതറിയാം. ഞാൻ നാളേക്ക് പദങ്ങൾ തന്നെയാണ്, നാളെ ഞാൻ വനത്തിന് പോകും എന്ന് തന്നെ പറഞ്ഞുറപ്പിക്കത്തക്ക രീതിയിൽ ഈ നാരദന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ വിച്ഛിന്നാഭിഷേകം നടക്കുന്നത് രാമൻ അല്ലെ ദശരഥൻ അല്ലെങ്കിൽ മന്ധര അല്ലെ കൈകേയി ഒന്നും അല്ല അതിനകത്ത് ആള്. ഇത് ദേവന്മാരുടെ കാര്യമാണ്, ഇത് രാവണന്റെ കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഈ കരുനീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് തന്നെ, അത് വാണിദേവി പറഞ്ഞു കൊടുക്കുന്നു. വാണിദേവിയെ കൊണ്ട് ആരാ പറയിക്കുന്നത്? ദേവന്മാരാണ്. അപ്പം മന്ധരയെ കൊണ്ട് പറയിച്ചു. എതിർത്ത് നിന്ന് കൈകേയിയെ കൊണ്ട് അവസാനം അതിനെ അനുകൂലമാക്കി എടുക്കാൻ വാണിദേവി ഇവരുടെ നാവിൽ ഇരിക്കുക. രണ്ട് പാവം കുബ്ജയല്ല, മന്ദരയല്ല ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആരോടും വിരോധം തോന്നത്തില്ല രാമായണം വായിച്ചു കഴിയുമ്പോൾ. ഈ നാരദന്റെ ഇടപെടലാണ് ആദ്യം തന്നെ നമുക്കിതിന് അതിനു വേണ്ടിയിട്ടാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ വരുന്നു. പിന്നെ പിറ്റേ ദിവസം നടക്കാൻ പോകുന്നത് കാണുമ്പോൾ നമുക്ക് അതിനകത്തൊന്നും തോന്നത്തില്ല. അപ്പൊ ഈ നാരദൻ എണ്ണയും കൊണ്ട് ലോകം ചുറ്റുന്ന ഒരു കഥയില്ലേ? അപ്പൊ നാരദനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ആ കഥയൊന്ന് കേട്ടാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഇതിനകത്ത് വരുന്നില്ലെങ്കിലും പറയാമോ? കഥകൾ കേൾക്കാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? എന്നാ പറയാം. അതായത് ഈ നാരദനും മഹാവിഷ്ണുവും തമ്മിൽ വലിയ ഒരു അടുപ്പമുണ്ടല്ലോ. നാരദൻ അന്നിൽ എപ്പോഴും നാരായണ നാരായണ ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഇവരിടയ്ക്കിടയ്ക്ക് അങ്ങ് അവിടുന്ന് വൈകുണ്ഠത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് ഭൂമിയിൽ വന്ന് ഇവിടെ എല്ലാം ഇറങ്ങി നടക്കും, വേഷം മാറിയിട്ട്. അങ്ങനെ നടന്ന് ആരെങ്കിലും കാണുക, വർത്താനം ഇതൊക്കെ കേട്ടും കണ്ടും പോകും. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ നടക്കുമ്പോൾ ഒരു സത്രത്തിന്റെ പടിക്കല് വന്നു. അപ്പൊ ആ സത്രത്തിന് അകത്തുനിന്ന് ഒരാള് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കണ്ടിട്ടൊരു കച്ചവടക്കാരന്റെ ലക്ഷണമാണ്. അദ്ദേഹം ഇങ്ങനെ വന്നു. അപ്പൊ ഈ മഹാവിഷ്ണു അദ്ദേഹത്തിനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കൈ കൂപ്പി ഇങ്ങനെ തൊഴുതു. നാരദൻ അത് തീരെ പിടിച്ചില്ല. നാരദൻ ചോദിച്ചു, അങ്ങനെ എന്തായി കാണിക്കുന്നേ? വേണേ പോയി കാലിന് ഒഴിഞ്ഞു കൊടുക്കരുത്. അപ്പം അത് ഈ ഒരു മനുഷ്യനെ കണ്ട ഉടനെ ഇങ്ങനെ തൊഴേണ്ട കാര്യം എന്നാ അങ്ങോട്ട്? നേരം പറഞ്ഞു, നാരദ, എനിക്ക് എൻ്റെ ഭക്തരെ കണ്ടാല് തൊഴാതിരിക്കാൻ, അവരെ നമസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. അയാളൊരു സാധാരണ മനുഷ്യൻ, ഒരു കച്ചവടക്കാരൻ, മഹാപുച്ഛമാണ് നാരദൻ. ഒരു സാധാരണ കച്ചവടക്കാരൻ. അദ്ദേഹത്തിന് ഗോപിക്കുറി കണ്ടില്ല, രുദ്രാക്ഷമാലയില്ല, കാവ്യ വസ്ത്രമില്ല, ജപിക്കുന്നില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് അങ്ങ് അദ്ദേഹത്തിനെ തൊഴുന്നത് എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, എനിക്ക് അദ്ദേഹം എൻ്റെ മുന്നിൽ അദ്ദേഹം ഒരു നല്ല ഭക്തനാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഈ നാരദന് പെട്ടെന്ന് തോന്നി, ഇതൊന്ന് പരീക്ഷിച്ചറിയണമല്ലോ, എനിക്കതൊന്ന് അറിയണം. എനിക്ക് ഞാനൊന്ന് തിരിച്ച് അദ്ദേഹത്തിനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് പൊക്കോട്ടെ. ഓ, ആവാമല്ലോ എന്ന് പറഞ്ഞു. ഇദ്ദേഹം മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് പോയി. ഈ നാരദൻ ഈ കച്ചവടക്കാരന്റെ പിന്നാലെ ചെന്ന് പരിചയപ്പെട്ടു. ഞാനൊരു തീർത്ഥാടകനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടന്ന് വീട്ടിന്റെ പടിക്ക് ചെന്നപ്പോൾ പറഞ്ഞു, തീർത്ഥാടക, അങ്ങ് ദയവായിട്ട് ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നു, അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന് 1-2 ദിവസം നിന്നിട്ട് പോകാൻ, ക്ഷീണം മാറ്റിയിട്ട് പോകാം. ഇത് കേട്ടതും
വലിയ സന്തോഷമായി. നാരദൻ അങ്ങ് തുള്ളിച്ചാടാൻ തോന്നി. കാരണം ഇതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്, ഇയാളുടെ ദിനചര്യ ഒന്ന് അറിയണം. അവിടെ ചെന്നു, പരിചാരകരെ വിളിച്ചു. ഇതിങ്ങനെ ഒരാളാണ്, അദ്ദേഹത്തിന് നല്ലതായിട്ട് ഒരു മുറി കൊടുക്കണം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം, ഒരു കുറവും ഉണ്ടാകരുത്, അതെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. 2 ദിവസം കഴിഞ്ഞപ്പം നാരദന് മതിയായി. നാരദൻ നേരെ അങ്ങ് വെച്ചു പിടിച്ചു വൈകുണ്ഠത്തിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, പ്രഭു, അങ്ങ് എനിക്ക് നല്ല ഒരു മനുഷ്യനെ കാണിച്ചു തന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞ ഭക്തന്റെ ഒരു ലക്ഷണവും ഞാൻ അയാളിൽ കണ്ടില്ല. അപ്പൊ ചോദിച്ചു, നാരദ, അദ്ദേഹം എന്താ ചെയ്തത്, എന്ത് ചെയ്തു, എന്തൊക്കെയാ കാണിച്ചു തരാ? അപ്പൊ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കിടക്ക വിടുന്നതിന് മുമ്പ് കൈകൂപ്പി ഒരു നിമിഷം ഇരുന്നിട്ട് നാരായണ നാരായണ എന്നൊന്ന് ജപിച്ച് അദ്ദേഹം ജോലിക്ക് ഇറങ്ങുകയാണ്. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, ഉച്ചയ്ക്ക് വരുന്നു, എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും പോകുന്നു. 4 മണിയാകുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ അവിടെ വരും. അവരുടെ തർക്കങ്ങളൊക്കെ, അദ്ദേഹത്തിന് വളരെ മതിപ്പാണ് ആളുകൾക്ക്. അതുകൊണ്ട് ഈ പരാതികൾ, തർക്കങ്ങളൊക്കെ ഇവിടെ വന്ന് പറയും. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം എല്ലാവർക്കും സുസമ്മതമാണ്. അതെല്ലാം പരിഹരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും അദ്ദേഹം പോകും. കൂലിക്കാരെല്ലാം തിരിച്ചു വരും, പണിക്കാര്, അവർക്കെല്ലാം കൂലി കൊടുക്കുന്നു. അത് കഴിയുമ്പം എല്ലാവരെയും സന്തോഷത്തോടെ പറഞ്ഞു വിടും. സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞു വന്നു, ആഹാരം കഴിച്ചു, കണക്കെല്ലാം അന്നത്തെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒന്നിച്ച് ചെയ്തു വെച്ച് വീട്ടുകാര്യം തിരക്കിയിട്ട് കിടക്കാൻ പോയി. രാവിലെ ചെയ്ത പോലെ തന്നെ കട്ടിലിൽ ഇരുന്നിട്ട് അദ്ദേഹം തൊഴുതു പിടിച്ച് ഒരല്പസമയം ധ്യാനിച്ച് നാരായണനെ ജപിച്ച് കിടക്കും. ചുരുക്കി പറഞ്ഞാൽ തന്റെ കർത്തവ്യമെല്ലാം കൃത്യമായി ചെയ്യുന്നു. അത്രേ. സാധാരണ ബാക്കിയുള്ളവര് നാരായണ നിരന്തരം ജപിക്കുന്നു, ചിലർ ഇടപെടാതെ ജപിക്കുന്നു, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ചില പുച്ഛത്തിലാണ് ഇത് പറയുന്നത്. അപ്പം മഹാവിഷ്ണു പറഞ്ഞു, നാരദ, എനിക്കൊരു ജോലിയുണ്ട്. ഇതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ അതിനൊരാളെ തിരക്കിയിരിക്കുക. അതെന്താ പ്രഭു? അത് ഒരു പാത്രം എണ്ണ, അത് തുളുമ്പയുണ്ട്. എനിക്ക് വേണ്ടത് അതിലൊരു തുള്ളി പോലും താഴെ വീഴാതെ ലോകം ചുറ്റി വരാൻ എനിക്കൊരാളെ വേണം. അപ്പൊ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം, ഞാൻ ചെയ്യാലോ, നാരായണ ജപിച്ച് നടക്കുന്ന ആളല്ലേ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എണ്ണപാത്രം വന്നു, നിറച്ചുണ്ട്, അനങ്ങിയ തഴപ്പു. ഇദ്ദേഹത്തിന് ഞാൻ കൈ കൊടുത്തു. ഇദ്ദേഹം ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം 2 പകലോ 1 രാത്രിയോ അങ്ങനെ എടുത്തിട്ട് തിരിച്ചു വന്നു. വളരെ വിജയശ്രീലാളിതനായിട്ട് ഇത് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ മുമ്പിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ എളിഞ്ഞവിടെ നിന്നു. ഇന്നപ്പം മഹാവിഷ്ണുവിന്റെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞു, നാരദ, ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നീ ഇവിടുന്ന് പോയതിന് ശേഷം ഒരു സിഗ്നൽ പോലും, ഒരു വിളി പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ നിനക്ക് എന്തു പറ്റി? ഞാനപ്പോൾ അതിനെക്കുറിച്ച് തിരക്കാനായിട്ട് തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നാരദന് മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന്. നാരദൻ തല കുനിച്ചവിടെ നിന്നു. എന്നിട്ട് അത് പറഞ്ഞു. ഇത് കേട്ടപ്പം അദ്ദേഹം ഒരു ചെറിയ ഹാസ്യത്തിലിരിക്കുകയാണ് മഹാവിഷ്ണു. അപ്പോൾ പറഞ്ഞു, നാരദ, ഒരു ലൗകിക ജീവിതം സന്തോഷമായിട്ട് ഉത്തരവാദിത്വത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എണ്ണ തൂവാതെ പാത്രം കൊണ്ട് ഭൂമി ചുറ്റുന്നതിനെക്കാട്ടിൽ പ്രയാസമാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ അതൊക്കെ എത്ര നന്നായിട്ട് ചെയ്തു, ഉത്തരവാദിത്വത്തോടെ, അവിടെ അർപ്പണബോധത്തോടെ ചെയ്തു. എന്നിട്ടും അദ്ദേഹം 2 പ്രാവശ്യം എന്നെ ഓർക്കുന്നുണ്ട്. അതാണ് ഭക്തി. എന്നിട്ട് അദ്ദേഹം വെറുതെ നിന്ന്, എനിക്കൊരു പ്രാവശ്യം പോലും എന്നെ ഇതിനിടയിൽ വിളിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്തില്ല, ശ്രദ്ധ മുഴുവൻ ഇതില്ല. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ടു ഇദ്ദേഹത്തിന് ഇത് പറ്റി. ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകത്തിന്റെ 2 വരി നമുക്ക് ഇതിനകത്ത് പ്രസക്തമാണ്. ആദ്യം, ആത്മാത്വം ഗിരിജാമതി സഹചര പ്രാണ ശരീരം ഗൃഹം പൂജാതേ വിഷയോഗ ഭോഗരചന നിദ്ര സമാധിസ്ഥിതി. നമുക്ക് പ്രസക്തമായത് അടുത്ത 2 വരിയാണ്. സഞ്ചാര പദയോഹ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്ര അഖിലം ശംഭോ തവാരാധനം. സഞ്ചാര പദയോഹ പ്രദക്ഷിണ വിധി, സഞ്ചരിക്കുന്നത്, ഞാൻ എൻ്റെ സഞ്ചാരം അങ്ങയെ പ്രദക്ഷിണം വെക്കലാണ്. സ്തോത്രാണി സർവാഗിരോ, ഞാൻ എന്തൊക്കെ വാക്കുകൾ പറയുന്നു അതെല്ലാം അങ്ങയെ സ്തുതിക്കുന്നതാണ്. യദ്യത് കർമ്മ കരോമി, ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ശംഭോ തവാരാധന, അങ്ങയെ ആരാധിക്കലാണ്. അതായത് ഞാൻ വഴിതെറ്റി നടക്കത്തില്ല, ഞാൻ മോശം വാക്കുകൾ ഉപയോഗിക്കത്തില്ല,
ഞാൻ നല്ലതേ ചെയ്യൂ. ഉം. ഇങ്ങനെയാണ് നമ്മൾ അതെല്ലാം ഈശ്വരാർപ്പണം എന്ന് ചിന്തിച്ച് ചെയ്താൽ അങ്ങനെയല്ലേ ചെയ്യാൻ ചെയ്തേണ്ടത്. സാധിക്കുള്ളൂ. അതാണ് ഈശ്വരന് വേണ്ടത്. നമ്മുടെ ശബരി ഇത് തന്നെ പറയുന്നുണ്ട്. രാമായണത്തിൽ നമുക്ക് വരുമ്പോ അറിയാം. നമുക്ക് വേണ്ടത് നിഷ്കാമ ഭക്തിയാണ്, വഴിതെറ്റി നടക്കലല്ല, നല്ല വാക്കുകൾ പറച്ചിലാണ്. ഇതൊക്കെ നമുക്കുണ്ടാകണം എന്ന വലിയൊരു തത്വമാണ് നാരദന്റെ ഈ കഥയിലൂടെ മഹാവിഷ്ണു നമ്മെ അറിയിക്കുന്നത്. ആ വാക്കുകൾ നമുക്കും പ്രചോദനമാകട്ടെ. അത് നമുക്കും ഉൾക്കൊള്ളാം അല്ലേ? ഉൾക്കൊള്ളാം, അനുകരിക്കാം, അനുവർത്തിക്കാം. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഒരു സമ്മന്തി അരയ്ക്കുന്നത് പോലും ആ രീതിയിൽ വേണമെന്ന, അല്ലാണ്ട് ചുമ്മാ ശപിച്ചു അത് അങ്ങനെ ആവരുത്. അതെല്ലാം ശബരിയുടെ കഥ വളരെ പ്രസക്തമാണല്ലേ ഇവിടെ. നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് പറയാം മോളെ. അതും ആരാധിക്കലാണ്. നമ്മൾ നല്ലതായിട്ട് ജോലി ചെയ്യുന്നത് അങ്ങനെ ആരാധിക്കലാണ്. ആ ഒരു രീതി ജീവിച്ചാല് നമുക്ക് എത്ര നന്നായിട്ട് ജീവിക്കാൻ പറ്റും. ശരിക്കും രാമായണവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും നാരദനെ കുറിച്ചുള്ള ഈ കഥ നമ്മൾ ഏവർക്കും പഠിക്കേണ്ട ഒന്നാണല്ലേ. നമ്മുടെ കർത്തവ്യങ്ങൾ ആദ്യം ചെയ്യുക, ഓരോരുത്തരോടും അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തോടുമുള്ള കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുക ആദ്യം. അതോടൊപ്പം തന്നെ ആ കർത്തവ്യങ്ങളെല്ലാം ശരിയായ പാതയിലാണെങ്കിൽ അത് തന്നെയാണ് ശരിയായ ഈശ്വര അർപ്പണമെന്ന്. മറ്റൊരു കഥയുമായി വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. നിങ്ങളുടെ ഒരുപാട് പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇനിയും കാണുക, അഭിപ്രായങ്ങൾ പറയുക. അകമ്പുറം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.